ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 26 ദിവസം മാത്രമേ ഉള്ളൂ. കേരളം കാത്തിരിക്കുകയാണ്. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒരു പുതുയുഗ പിറവിക്ക് തുടക്കമിടും. ഞങ്ങൾ പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി, നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ടീം UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. 100-ലധികം സീറ്റുമായി കേരളത്തിൽ ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചുവരും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും അത്യപൂർവമായ പ്രകടനമാണ് UDF കാഴ്ചവെച്ചത്. തൃക്കാക്കരയിൽ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം 25,000-ആയി വർദ്ധിപ്പിച്ചു. പുതുപ്പള്ളിയിൽ 9,000 വോട്ടിന്റെ ഭൂരിപക്ഷം 37,000-ആയി വർദ്ധിപ്പിച്ചു. പാലക്കാട് 4,000 വോട്ടിന്റെ ഭൂരിപക്ഷം 18,000-ആയി വർദ്ധിപ്പിച്ചു. ചേലക്കരയിൽ 40,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 12,000-ആയി കുറച്ചു. നിലമ്പൂരിൽ 3,000 വോട്ടിന് തോറ്റ സ്ഥലത്ത് 11,000-ത്തിലധികം വോട്ടിന് ജയിച്ചു. അതിനു മുൻപ് പാർലമെന്റ് ഇലക്ഷനിൽ 2019-നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ UDFന്റെ പാർലമെന്റ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഉജ്ജ്വലമായ വിജയം ആവർത്തിച്ചു. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷക്കാലത്തെ പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം കേരളത്തിൽ ഉണ്ടായതിനു ശേഷം ഉള്ള ഏറ്റവും വലിയ ശ്രദ്ധേയമായ പെർഫോമൻസാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായത്. ടീം UDF ഈ ഗവൺമെന്റിന്റെ തെറ്റായ നടപടികളെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. മാത്രമല്ല, എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടു അവിടെയെല്ലാം കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള കൃത്യമായ പദ്ധതികളും പരിപാടികളുമായിട്ടാണ് UDF മുന്നോട്ട് വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിലുള്ള ഏറ്റവും വലിയ സന്തോഷം സർക്കാർ ചെലവിൽ, സാധാരണക്കാരന്റെ ചെലവിൽ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം, കേരളം ഇന്നുവരെ കാണാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇവിടെ ഈ സംസ്ഥാനത്ത് നടന്നത്. ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കേരളം സാമ്പത്തികമായ പ്രതിസന്ധിയിൽ കൂപ്പുകുത്തുമ്പോൾ ജനങ്ങളുടെ പണം വീണ്ടും കടം വരുത്തി വെച്ചുകൊണ്ട് ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നടത്തിയ ഒരു കാലവും ഉണ്ടായിട്ടില്ല. അപ്പോ അതിനെല്ലാം അന്ത്യം കുറിക്കുകയാണ്. അതെല്ലാം ഇവിടെ ചോദ്യം ചെയ്യപ്പെടും. കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയ ഒരു സർക്കാരിനെതിരായ ജനങ്ങളുടെ അതിശക്തമായ പ്രതീക്ഷയും UDFനെ കുറിച്ചുള്ള പുതിയ പ്രതീക്ഷയുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ല, ഞങ്ങൾ റെഡിയാണെന്ന്. ഞങ്ങളും പ്രഖ്യാപിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? എന്താ സംശയം? സ്ഥാനാർത്ഥി ചർച്ച, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അനിശ്ചിതത്വമാണ് എല്ലാവരും വൈകിക്കാൻ കാരണം. എല്ലാവരും പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളും നാളെ ഡൽഹിയിലെത്തും. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? ഏത് തർക്കമാണ് ഉണ്ടായിരുന്നത്? അതൊന്ന് കേൾക്കട്ടെ. അതല്ല, അതല്ലേ, അതൊക്കെ ഒറ്റപ്പെട്ട കാര്യങ്ങളല്ലേ. നിങ്ങൾ CPMലെ തർക്കത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും. ഒരു ഗ്രൂപ്പുമില്ല ഇവിടെ, ഒരു ഗ്രൂപ്പുമില്ല. ഒരു ഗ്രൂപ്പുമില്ല. എറണാകുളം ജില്ലയിലൊന്നും ഒരു ഗ്രൂപ്പില്ല. നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കണ്ട. എന്താ കാര്യം ഇവിടെ? നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കുകയാണ് ഗ്രൂപ്പിന്റെ പേരിൽ. ഗ്രൂപ്പിന്റെ പേരിലല്ല ഇവിടെ വീതം വയ്ക്കുന്നത്. ഗ്രൂപ്പിന്റെ പേരിൽ സീറ്റ് വീതം വയ്ക്കുന്ന കാലമൊക്കെ അസ്തമിച്ചു. ഇപ്പൊ കേരളത്തിൽ അത് നിങ്ങൾ ചില പത്രങ്ങളിൽ വാർത്ത കൊടുക്കുന്നതാണ്, മാധ്യമങ്ങളിൽ. കേരളത്തിൽ ഒരു ജില്ലയിലും ഗ്രൂപ്പിന്റെ പേരിൽ സീറ്റുകൾ വീതം വെച്ചിട്ടില്ല. ആ കാലം കഴിഞ്ഞു, ആ കാലം അസ്തമിച്ചു. എല്ലാം നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് കൂടിയാലോചനകൾ നടത്തി ഓരോ സീറ്റിലെയും വിജയസാധ്യത അനുസരിച്ചിട്ടാണ് സീറ്റുകൾ തീരുമാനിക്കുന്നത്. ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഒരു തർക്കവുമില്ല. അല്ല, നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം ഒരു 18-ാം തീയതി ആയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇതിന്റെ അകത്തൊരു ഒറ്റ വിഷയമുള്ളൂ. അത് പുതിയ സ്ഥാനാർത്ഥികൾ 2 കൂട്ടത്തിലുണ്ടല്ലോ, 3 കൂട്ടത്തിലുണ്ട്. പുതിയ സ്ഥാനാർത്ഥികൾക്ക് കുറച്ച് ദിവസം മാത്രം കിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, തെരഞ്ഞെടുപ്പ് ഈ ചൂടുകാലമാണ്, കൂടുതൽ നീണ്ടു നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
ഭയങ്കര കനത്ത ചൂടാണ്. ഇപ്പൊ തന്നെ പുതിയുഗ യാത്ര നടക്കുമ്പോൾ തന്നെ 36 ഡിഗ്രിയാണ് ചൂട്. ഈ ചൂട് കൂടി കഴിഞ്ഞാൽ എല്ലാവരും പ്രയാസവും, കാരണം കടുത്ത ചൂടിലേക്കാണ് കേരളം പോകുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം ഞങ്ങൾ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാറുണ്ട്. കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കും. എല്ലാ സീറ്റുകളും കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ അനൗൺസ് ചെയ്യാവുന്ന പാകത്തിലാണുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, UDFന്റെ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച 1 മണിക്കൂർ ഇരുന്നാൽ തീരുന്ന ചർച്ചയല്ലെന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ അരമണിക്കൂറാണ് ഇരുന്നത്. അരമണിക്കൂർ കൊണ്ട് ലീഗുമായിട്ടുള്ള എല്ലാ ചർച്ചകളും തീർന്നു. അത് ഞങ്ങൾ അത് അവരുമായിട്ട് ചർച്ച ചെയ്യും. ഇന്ന് രാത്രി ചർച്ച ചെയ്യും. അത് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ചർച്ച തീരും. എന്താ സംശയം? ഞങ്ങൾ നാളത്തേക്ക് പറയാന്നേ നിങ്ങളോട് UDFന്റെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ. അല്ല അല്ലല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, UDF തീരുമാനിക്കണം. ധൃതി കൂട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ധൃതി കൂട്ടേണ്ട കാര്യമില്ലല്ലോ. UDFന്റെ മൊത്തം കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ഓരോ കക്ഷിക്കുമുള്ള സീറ്റുകൾ ഏതൊക്കെയാണ്, കോൺഗ്രസിന് എത്രയാണ്, മുസ്ലിം ലീഗിന് എത്രയാണ്, കേരള കോൺഗ്രസ് എത്രയാണ്, മറ്റ് ഘടകകക്ഷികൾക്ക് എത്രയാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ആരൊക്കെയാണ് പിന്താങ്ങുന്നത് എന്ന കാര്യം അപ്പോൾ പ്രഖ്യാപിക്കും. അല്ല, അത് നോക്കാം. അത് ഞങ്ങൾ ചെന്ന് സംസാരിച്ചതിന് ശേഷം. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.